സാധാരണ നമുക്ക് ഏപ്രിൽ മെയ്യിലാണ് വേനലവധി കിട്ടാറുള്ളത്. അത് മാറ്റി ജൂൺ ജൂലൈ ആക്കിയാലോ എന്നാണിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത്രേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് കെയർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. കുട്ടികളെ തോടുകളിലും അല്ലെങ്കിൽ പുഴകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വിടാതിരിക്കുക, കളിക്കാനൊക്കെ ഒരു നിശ്ചിത സമയം അനുവദിക്കുക എന്നുള്ളതാണ്. കൂടുതലും ഇപ്പം നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ കാറ്റും മഴ ഇടിയൊക്കെ ആകുമ്പോൾ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ കറണ്ടിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ കമ്പിയൊക്കെ പൊട്ടി അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോക്കേറ്റ് ഒരുപാട് മരണങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് സാധാരണഗതിയിൽ. അതുകൊണ്ടൊക്കെ ഒരു ഏറ്റവും നല്ലൊരു തീരുമാനമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയും നമ്മളെപ്പോലെയുള്ള ഓരോ രക്ഷിതാക്കളും ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതിനുള്ള ദോഷവും അല്ലെങ്കിൽ ഗുണവും എന്താണെന്നുള്ളത്. സാധാരണഗതിയിൽ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ഗൾഫിലുള്ള എല്ലാ സ്കൂളുകളും അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ള കേരളീയരായ പ്രവാസികൾക്ക് നാട്ടിലോട്ട് പോകാനും ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പ്രവാസികൾക്കായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ വീടുകളിൽ ഇരിക്കുന്ന മക്കൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല, മഴയാണ്, കളിക്കാൻ പോകാൻ പറ്റില്ല. അവരപ്പോൾ വീട്ടിലിരുന്ന് വഴക്ക് കിട്ടും അല്ലെങ്കിൽ അങ്ങനെ പല സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതിനുള്ള വിനോദങ്ങൾ ഒരുപാടുണ്ട്. വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് വിനോദങ്ങളുണ്ട് അല്ലേ? ഉദാഹരണത്തിന് ക്യാരംസ് കളിക്കാം, ചെസ്സ് കളിക്കാം, ഡ്രോയിങ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല നല്ല ബുക്കുകൾ വായിക്കാം, ജനറൽ നോളജ് അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കാം. അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളതും കൂടെ ഒരു നല്ല കാര്യമാണ്. ബുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് നേടാം. നമ്മുടെ വീടുകളിൽ തന്നെ ഒരു നിശ്ചിത സമയം വെക്കാൻ ശ്രമിക്കുക മൊബൈൽ യൂസ് ചെയ്യാനായിട്ട്. നമ്മളെപ്പോലെയുള്ള രക്ഷിതാക്കൾ അവരും ഒന്ന് മൊബൈൽ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഓരോ രക്ഷിതാക്കളും ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതിനുള്ള ദോഷവും അല്ലെങ്കിൽ ഗുണവും എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.